ഞാനിപ്പോൾ നാട്ടിലൊരു പുതുതായിട്ടൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏതൊക്കെ തരത്തിലുള്ള രജിസ്ട്രേഷൻസ് എടുത്തിരിക്കണം? ഇപ്പോൾ ട്രേഡിംഗ് ആണെങ്കിൽ 40 lakhs ഒരു വർഷം ടേൺ ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ നിർബന്ധമാണ്. സർവീസോ മാനുഫാക്ചേഴ്സോ ആണെങ്കിൽ 20 lakhs ടേൺ ഓവർ ഒരു വർഷം ചെയ്യുന്നുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്, കമ്പൽസറി ആണ്. അപ്പോൾ ഇനി പലർക്കും ഉള്ള സംശയമാണ്, ഇപ്പോൾ ഞാൻ മാനുഫാക്ചർ ആണ്, കേരളത്തിൽ പുതിയൊരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ രജിസ്ട്രേഷൻസ് വേണം എന്നുള്ളത്. കാര്യം പറഞ്ഞാൽ അതൊരു ഡോക്യുമെന്റഡ് ആയിട്ട് എവിടെയും നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളതൊരു പ്രാക്ടിക്കൽ ഇഷ്യൂ ആണ്. പക്ഷെ ഞാൻ ഇതിനൊരു സൊല്യൂഷൻ, നമുക്കിപ്പോൾ നിലവിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ K-Swift എന്ന പോർട്ടലുണ്ട്. ആ പോർട്ടലിൽ നമുക്ക് രജിസ്റ്റർ ചെയ്തിടാം. അപ്പോൾ ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, നമുക്ക് 3 വർഷത്തേക്ക് ആ പോർട്ടലിലെ രജിസ്ട്രേഷൻ പ്രകാരം നമുക്ക് വേറൊരു ലൈസൻസ് കൂടാതെ റെഡ് കാറ്റഗറി അല്ലാത്ത 10 കോടി താഴെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള എന്ത് ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാം, ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ആ പോർട്ടലിൽ തന്നെ നമുക്ക് 16 ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് രജിസ്ട്രേഷൻ ലഭിക്കാനും നമുക്ക് ഈസി ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ശരിക്കും വലിയൊരു ടോപ്പിക് ആണല്ലേ? അതെ, ഇത് വലിയൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ GST കുറിച്ചാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, ഇൻകം ടാക്സ് ഫയലിനെ കുറിച്ച് പറയാനുണ്ട്, MSME ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയാനുണ്ട്, പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ട് ലൈസൻസ്, അതിന്റെ അപ്പേഡ, അങ്ങനെ കുറെ ലൈസൻസുകളുണ്ട്. പിന്നെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ പൊല്യൂഷൻ, ഫാക്ടറി ലൈസൻസ്, ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ്, പിന്നെ ഹെൽത്ത് കാർഡ്, ലോക്കൽ പഞ്ചായത്തിന്റെ രജിസ്ട്രേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അത് ഓരോ ബിസിനസ് ആക്ടിവിറ്റി അനുസരിച്ച് നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഓരോ ബിസിനസിനും കുറെ സ്പെസിഫിക് ആയിട്ടുള്ള രജിസ്ട്രേഷൻസ് വരാം. അപ്പോൾ ഇവര് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സീരീസ് ആയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കല്ലേ? തീർച്ചയായിട്ടും നമുക്ക് വരുന്ന കമന്റ്സ് അനുസരിച്ച് നമുക്ക് ഓരോ ടോപ്പിക്സും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും.